ഈ ട്രിപ്പ് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ടേക്കാണ്. മലയോര സുന്ദരിയും ചരിത്രപൂർണ്ണമായ ഒരു ഗ്രാമത്തിലേക്ക്. പച്ചക്കാടുകളും മലനിരകളും ഒരുമിച്ച് ചേർന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പേരുടെ സ്ഥലം ഈ സ്ഥലമാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൊല്ലങ്കോട്. അപ്പോൾ അങ്ങോട്ടേക്കൊരു യാത്ര. ആക്ച്വലി ഈ വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടൊരു 3 വർഷങ്ങളായി കാണും കുറഞ്ഞത്. പഴയൊരു ഫോണിൽ എവിടെയൊക്കെ ഇടുന്നിരുന്ന ആ ഫോണൊന്ന് റെക്കോർഡ് ചെയ്തപ്പം ഈ വീഡിയോ കിട്ടി. അപ്പോൾ അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് പോസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ എത്ര വട്ടം പോയാലും എനിക്ക് മടുക്കാത്തൊരു സ്ഥലമാണ് കൊല്ലങ്കോട്. എത്ര കണ്ടാലും മതിയാവാത്തത്. അപ്പോൾ മൈൻഡൊക്കെ ഡിസ്റ്റർബ്ഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങോട്ടൊന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പീസ്ഫുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഭാഗത്തുള്ളത്. എത്ര പോയാലും നമുക്ക് മടുക്കില്ല. ഈ ഒരു യാത്രയിൽ എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കുക, പിന്നെ ഗ്രാമത്തിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുക. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി മാത്രം പോയതാണ്. ഒരു വീഡിയോ കവർ ചെയ്യാനും അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാനുള്ള പ്ലാൻ സത്യത്തിൽ ഉണ്ടായില്ല. രണ്ടാള് ഇതെന്തുട്ടായ ഇതല്ലേ ഇത് കടലമുട്ടായി. ഇത് ഇത് പിന്നെ വാഴയ്ക്ക് പറ്റില്ല മൈലുള്ള സാധനം. എത്ര ഇതിന് നന്നായിരിക്കും. കാക്കില്ല 40, 100, 16 കഴിച്ചു നോക്കി. അടുത്തോ? ഇവിടെ നിർത്തണം. കൊല്ലങ്കോടിനെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന അവിടുത്തെ പാടങ്ങൾ തന്നെയാണ്, വയലുകൾ. കൊല്ലങ്കോട് വയലുകൾ കൊണ്ട് സമൃദ്ധമായിട്ടൊരു സ്ഥലമാണ്. വലിയ വലിയ വയലുകൾ ഇവിടുത്തെ പ്രധാന ആകർഷകമാണ്. കാർഷിക സംസ്കാരത്തിന് വലിയൊരു പ്രാധാന്യം വഹിക്കുന്ന ഒരു നാടുകൂടിയാണ് കൊല്ലങ്കോട്. അതുപോലെ നെല്ലിയാമ്പതി കുന്നുകളുടെ പ്രവേശനം കൊല്ലങ്കോട്ടിൽ നിന്നാണ്. കാപ്പി, ചായ തോട്ടങ്ങളും ഓറഞ്ച് കൃഷികളും നിറഞ്ഞ മനോഹരമായ മലനിരകളും നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കും. വഴിയിലൂടെ പോത്തുണ്ടി അണക്കെട്ടും കാണാൻ സാധിക്കും. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ അണക്കെട്ട് ചരക്കിലും ചുണ്ണാമ്പ് ഉപയോഗിച്ചാണ് പണിതിട്ടുള്ളത്. പോത്തുണ്ടി ഡാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അണക്കെട്ട് എന്ന് പറയുന്ന ഒരു പ്രധാന പിക്നിക് സ്പോട്ടും ട്രക്കിംഗ് കേന്ദ്രം കൂടിയാണ്. അതേപോലെ തന്നെ പ്രശസ്തമായ ചൂളിങ്ങനാർ ഭഗവതി ക്ഷേത്രം, മണിയമ്പത്തൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, കച്ചൻകുരിശി ക്ഷേത്രം, ചെങ്ങൻചിറ ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഈ ഭാഗങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. ഈ വയലുകളും കുന്നുകളും ഒക്കെ ചുറ്റിപ്പെട്ടിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഈ പ്രകൃതികളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്ക്
ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ശാന്തതയും സൗന്ദര്യവും നിറഞ്ഞ ഒറ്റപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷൻ. സംസ്കാരപരമായ ധാരാളം പാരമ്പര്യങ്ങൾ ഇന്നിവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വഴികളിലൂടെയുള്ള ഓരോ യാത്രകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈ ഒരു യാത്രയിൽ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി. പിന്നെ ഒരു പ്ലാൻ ഇല്ലാതായിരുന്നു പോയത്. ഇങ്ങനെ വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം, ആ ഒരു മൈൻഡ് സെറ്റൊന്നും ഇല്ലാതായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളും എത്തിപ്പെടാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിച്ചു വന്നുകൊണ്ട് 2-3 സ്പോട്ടുകളെ ഇതിലുള്ളൂ. സ്കൂൾ കാലഘട്ടത്തിലെ ചെറിയ ക്ലാസ്സുകളിൽ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നേരിട്ട് ഇവിടെ കാണാം.